ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു എന്നെ പോലെ ലോഡ് ഡിവൈസ് യൂസ് ആക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഇതിൻ്റെ വിവോ Y21L എന്നുള്ള വിവോ ഫസ്റ്റ് മോഡലാണ്. ആൻഡ് ഇത് 1 GB റാം ഉള്ളൂ, 16 GB സ്റ്റോറേജ് ആണുള്ളത്. അതിൽ ഏകദേശം 10 GB എനിക്ക് കിട്ടുന്നുള്ളൂ ഈ ഒരു ഫോണിൽ നിന്ന്. അതിലാണ് ഇപ്പോൾ സാമ്പ് എന്നുള്ളൊരു ഗെയിം കളിക്കുന്നത്. ലാഗുള്ളൊരു ഫോണാണ്, അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. നമ്മളിത് 1 GB റാം എന്നുള്ളത് സെറ്റിങ്സ് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതാണ് സെറ്റിങ്സ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അടിക്ക് നീക്കിയിട്ടുണ്ട്. ഓക്കെ, 1 GB റാം കണ്ട, അതാണ് ഈ ഫോൺ. 1 GB റാമിലാണ് കളിക്കുന്നത്, ഗെയിം കളിക്കുന്നത്, സാമ്പ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും സാമ്പ് എടുത്ത് കാണിച്ചു തരാം. സാമ്പ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി GTA San Andreasലെ മൾട്ടിപ്ലെയർ ഗെയിമാണ്. നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈഫൈ ഉള്ളവരാണെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. അല്ലെങ്കിൽ ഹോസ്പോട്ട് വിളിച്ചിട്ടാണെങ്കിലും ഇതാക്കാം. പിന്നെ ഡിസ്കോഡ് 5 വേർഷൻ ഉണ്ട്, ആൻഡ്രോയിഡ് 5 വേർഷൻ്റെ ഡിസ്കോഡ് ഉണ്ട്, സപ്പോർട്ടാണ്. അത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് സാമ്പിൾ ലോഡ് ചെയ്യാമെന്ന് പറയാം. ആൻഡ് ഈ കാണുന്ന സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയ ഒരു സാമ്പാണ്. സാധാ പ്ലാസ്റ്റോറിൽ സാമ്പിൾ ലോഞ്ചർ എന്ന സാധനമുണ്ട്, ഒരു ഓറഞ്ച് കളറിലുള്ള ആ സാമ്പാണ് ഈ സാധനം. ജസ്റ്റ് കഴിയുമ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് ഫയലൊന്ന് മാറ്റിയെടുത്തുന്നുള്ളൂ. അതും ഈ ഫോണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യണമെങ്കിൽ വലിയ പെടാപ്പാടൊന്നുമില്ല. അത് മോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് മിക്ക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ECRPയിലാണ് കയറുന്നത്. എൻ്റെ ECRP സെർവറുണ്ട്, അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അതിൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ലൊക്കേഷൻ കൊടുക്കുകയാണ്. ലാസ്റ്റ് അവിടെ നിന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഓക്കെ, ഇതിപ്പോൾ എവിടെ? ഓക്കെ, ഇത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനും ഇതിൻ്റെ പേരെന്തെങ്കിലും ഞാൻ മറന്നുപോയി. ഏരിയൻ്റെ നമ്മളങ്ങനെ ഇങ്ങോട്ട് വരില്ല. പിന്നെ ഇടക്കപ്ലയും വന്നാണ്ടെന്ന് ലെവൽ അപ്ഗ്രേഡ് ചെയ്തും ഗരാജ് അപ്ഗ്രേഡ് ചെയ്തൊക്കെ പോകും. പിന്നെ ഇതൊരു സാധാ ഇതല്ല, കാരണം അത് ഫയലുമ്പോൾ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഫയലിന് അത് വ്യത്യാസമുണ്ട്. ആ റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. റോഡിലൊക്കെ നല്ല രീതിക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ വലിയ ലാഗൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മൂത്ത്നെസ് തന്നെ അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ലാഗുള്ള ഫോണായിരുന്നു. നമ്മൾ കുറേ നേരം വൈഫൈ ഓണാക്കിയിട്ട് അവിടെ ചുമ്മാ വെച്ചിരുന്നാൽ ഇത് വരാനുള്ള മെസ്സേജസും മറ്റും കുറച്ചൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ആക്കാൻ കഴിയുന്നത് സ്മൂത്തായിട്ട് ഈ ഫോൺ യൂസ് ആക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കുറേ നേരം കളിച്ചാൽ നല്ല ഹീറ്റും ബാറ്ററി ബാക്കപ്പ് തീരെയില്ല. അങ്ങനത്തെ ഒരു ഫോണാണ് ഞാൻ യൂസ് ആക്കുന്നത്. പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല. എനിക്ക് ആവശ്യത്തിലേറെ ടൈമിൽ ഫോൺ ഈ ഒരു ഗെയിം കളിക്കാൻ എനിക്ക് ഗെയിം കളിക്കാൻ ലിമിറ്റ് വരേണ്ട. ആ ലിമിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഗെയിം കിടക്കും. ഓക്കെ, ഞാനിപ്പോൾ ഗെയിമിൻ്റെ അകത്ത് മൊബൈൽ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടാൻ പോകണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാം. ഞാൻ ചുമ്മാ ഒരു ഹായ് ഇടുന്നുണ്ട്. ഓക്കെ, ബാക്കടിച്ചിട്ട് അങ്ങോട്ട് പോകണില്ല, നോക്കണ്ട. ലോ ഡിവൈസാണ്, അത്രയും പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. ഓക്കെ, അവിടെ മേലെ നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ കളറിൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു മഞ്ഞയൊക്കെ കാണത്തില്ല, പക്ഷേ നോക്കാം സെറ്റാവും. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആൾട്ട് എന്നുള്ള ഓപ്ഷനിൽ നോക്കിയത് ECRPയിലുള്ള ഓപ്ഷൻസ് ആക്കും. ECRPയിൽ ഇന്ന സ്ഥലത്ത് വയ്ക്കിയാൽ ഓരോ സാധനങ്ങൾ വരുന്നതാണ്. നമുക്ക് ECRP നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സ്കിൻസ് എടുത്ത് എൻ്റെ ഒരു 3 സ്കിന്നുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ സ്കിന്നും പിന്നെ എക്സ്ട്രാ 2 സ്കിൻസുമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. മാക്സിമം 5 അല്ലാതെ. പിന്നെ നമുക്ക് ഇൻവെൻട്രി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇൻവെൻട്രി ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇൻവെൻട്രി. 0 ആണ്, കാരണം ഇത് സർവർ ഇപ്പോൾ ഒന്ന് ഇതാക്കി റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പല ഇതാക്കിയിട്ടുണ്ട്. അവർ ഒന്ന് സർവറിന് ഒപ്റ്റിമൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പലയിലുള്ള എല്ലാ സാധനം പോയി. റീഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. പ്രശ്നമില്ല, നമുക്ക് രണ്ടാമത് കളിച്ച് രണ്ടാമത് പിന്നെയും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പ്രോബ്ലം ഇല്ല, നമ്മളിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ആൻഡ് ഇത് കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി കളിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ലോ ഡിവൈസിൽ സാമ്പ്, നിങ്ങൾക്ക് ഓഫ്ലൈൻ ഗെയിമാണ് സാമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈന് നമുക്ക് സാധാ GTA San Andreas വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ. നാമാണെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് തരാവുന്നതാണ്. അത് ലോ ഡിവൈസ് ആയിക്കോട്ടെ ഹൈ ഡിവൈസിന് സപ്പോർട്ടാണ് സാധനമാണ് GTA San Andreas. ലൈറ്റ് വെർഷൻ ആക്കിയും ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ. ആൻഡ് ഈ ഒരു ഗെയിം ലോഡാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ സെർവറിൽ കയറണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്കോഡ് ആൻഡ്രോയിഡ് 5 വേർഷൻ സപ്പോർട്ടാണ്. ഈ ഡിസ്കോഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കോഡിലും ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ പറയാവുന്നതാണ്. അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കുറേ ഫയൽസൊക്കെ GTA ബന്ധപ്പെട്ടിട്ടുള്ളതും. അതുപോലെ നമ്മൾ എപ്പിക് ഗെയിം ലോഞ്ചറും ഇട്ടിട്ടുണ്ട്. ആൻഡ് ഡ്രോപ്പ് റിക്വസ്റ്റ് പോലെ നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ പറയാം. എൻ്റെ മോഡറേറ്റർ ഫ്രീ ഫയർ അക്കൗണ്ട് ചോദിച്ചു. എൻ്റെ അടുത്ത് എവിടെയാണ് അക്കൗണ്ട് ഇല്ലാത്തൊരു സാധനം ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് തരാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തരാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കമൻറ്റ് അവിടെ ഡ്രോപ്പ് റിക്വസ്റ്റും ചോദിച്ചാൽ മതി. നമ്മളത് സാധനം
ഇട്ട് തന്നെ ആയിരിക്കും. എൻ്റെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോ വരാം. അപ്പോൾ വെച്ചാൽ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.